ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിൽ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. വി നായകൻ വെച്ചാൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ വിനായകനാണ് നായകൻ, അപ്പോഴാണ് ഈ എടുത്തിരുന്നത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ പറ്റുള്ളൂ. എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതിനു മുമ്പേ നിങ്ങൾക്കൊക്കെ ജിത്തുചേട്ടന്റെ വേറെ ഏതെങ്കിലുമൊക്കെ പോയ മൂവികൾ കണ്ടപ്പോൾ ഈ ക്യാരക്ടറിന് ജിത്തുചേട്ടൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് എനിക്ക് ചെയ്യണമായിരുന്നു, അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? വായിച്ചോ. എനിക്ക് ദൃശ്യത്തിലെ ലാലേട്ടന്റെ ഞാനത് പ്രതീക്ഷിച്ചായിരുന്നു. അത് ചെയ്യണം, ശരിക്കും കറക്റ്റ് ആയിരുന്നു. അത് വിളിച്ചില്ല. അതാണ് ഞാൻ അതിനകത്ത് മീന. മറ്റേ ഇതിനകത്ത് വീഡിയോ എടുക്കുന്ന പയ്യനില്ലേ, My G Presents Perlimani show presented പുതിയത് ഇന്നാണ് വന്നെന്ന്. അറേബ്യൻ ഗോൾഡ്. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ആക്ടേഴ്സ് അല്ലേ, നിങ്ങൾക്ക് എല്ലാം പഠിക്കാമല്ലോ. എനിക്ക് സ്ക്രിപ്റ്റ് പഠിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഡയറക്ടർ ആകുമ്പോൾ എന്നെ വിളിക്കാണ്ടിരിക്കരുത്. ഇത് സ്ക്രീനിലേ ഇല്ലല്ലോ. ഞാൻ ഇയാളുണ്ടാവോ ഈ ഇന്റർവ്യൂവിൽ? നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് പറ്റുന്ന ആൾക്കാരുടെ അടുത്തല്ലേ നമുക്ക് മനസ്സ് തുറക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും പോയി നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പം എങ്ങനെയാണ് അവർ കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ മക്കളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയാണ് ഞാൻ അവരെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ പോലെ ഉള്ളൂ ഇവരൊക്കെ. ഇവനല്ല കേട്ടോ. എന്റെ ചോദ്യങ്ങളൊന്നും ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യരുത് കേട്ടോ. അതാണ് കേട്ടല്ലോ എനിക്ക് ഭയങ്കര ഫാൻസ് ഒക്കെ. ആരാടാ ഇതിന്റെ ഫാൻസ്? നോണ പറയട്ടെ, ആരെങ്കിലും ഉണ്ടോ? പക്ഷെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനൊക്കെ ചോദിച്ചാൽ ഇവർക്കൊക്കെ ആയിരിക്കും പഴയ ഇഷ്ടംപോലെ കഥകളുണ്ടാവുമായിരിക്കും. എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് മറക്കാനാവാത്ത 2 എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല. എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം Look, what did you say? Can you give me an imagine I'm Nayanthara. No, I cannot imagine you as Nayanthara. ഷൈൻ കണ്ടിന്യൂസ് ആയിട്ട് ഡേ നൈറ്റ് ഉറക്കമില്ലാതെ 2 സെറ്റിൽ പോയി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പാടില്ല. അല്ല, മേഘ പറഞ്ഞ കേട്ട് കുറിച്ചില്ല. അമ്മ മേഘ പറഞ്ഞു. അല്ല, എന്തുകൊണ്ടാണ് ധ്യാൻ ചേട്ടൻ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോ ചാടിക്കേറി സ്ക്രിപ്റ്റ് പറയാനില്ലല്ലോ. നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒലിപ്പിക്കണ ആളൊന്നുമല്ല. കുറച്ചാള് ബ്രേക്ക് എടുത്ത് ഇനി ഒരു വമ്പൻ തിരിച്ചു വരവാണ് ഞങ്ങൾ എല്ലാവരും കാണാനിരിക്കുന്നത്. എല്ലാത്തിനും സാധിക്കട്ടെ. ആൻഡ് എത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക് യു. ബൈ. അന്ന ഞാൻ വിളിക്കണ്ടോ? ഓക്കെ, മമ്മൂക്കയെ പറ്റിയിട്ട് ഒരു ഓർമ്മ. റോഷാക്കിന്റെ സെറ്റില് എൻ്റെ ജോലി എന്ന് പറയുന്നതിനകത്ത് ഞാനൊരു ഫാക്ടറി നടത്തുന്നതായിട്ടാണല്ലോ. കാഷ്യൂ ഫാക്ടറിയാണ്. അപ്പം പ്രോപ്പർട്ടി ആയിട്ട് അവിടെ കുറെ കാഷ്യൂ നട്ട്സ് ഡയറക്ടർ മലയാളം കശുവണ്ടി. ഓ, അങ്ങനെ. ഓക്കെ, ആ ഫാക്ടറി. അപ്പൊ അതിനകത്ത് കുറെ കശുവണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് മെയിൻലി നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത് മാത്രം കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, കശുവണ്ടി. അപ്പം നമുക്കത് കണ്ടിട്ട് ആദ്യം 2-3 എടുത്ത് കഴിച്ചു. അപ്പൊ അതെടുത്ത് കഴിച്ചു. അപ്പൊ എനിക്ക് പോയി മേടിക്കാനും കഴിക്കാനും ആഗ്രഹമുണ്ട്, കഴിക്കാൻ. പക്ഷെ എന്റെ മമ്മളുടെ സീൻ എന്താ അറിയോ? ആൾക്കാർ എന്നോട് ചോദിക്കും ഇത് റിയൽ അക്കൗണ്ട് ആണോ ഫേക്ക് അക്കൗണ്ട് ആണോ.
ഇങ്ങനെ നോക്കല്ലേ എനിക്ക് പേടിയാവുന്നു. ചെയ്യുമേ അകത്തിലതാ അകത്ത് ടിൻഡറിലുണ്ടോ ധ്യാൻ പാട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ഫുൾ ഡയറ്റും ഡയറ്റും ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആയിരുന്നു. അടിപൊളി. എനിക്ക് എന്റെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. ഈ ചേട്ടൻ ആടുജീവിതം പോലെ പട്ടി ജീവിതം. ഇതെന്താന്ന് മനസ്സിലായാ? മതി. ഷൈൻചേട്ടന് സീ ഫുഡിൽ ഏറ്റവും ഇഷ്ടം ഏതാ? തിമിംഗലം. പാറ്റേൺ ഇല്ല, പാറ്റേൺ ഒന്നും പറയില്ല, അങ്ങനെ പാറ്റേൺ ഇല്ല. ഉണ്ട് ഇപ്പൊ ധ്യാൻ ചെയ്യുന്ന ക്യാരക്ടറൊക്കെ കുറച്ചും കൂടെ ഐ മീൻ എന്താ പറയാ കുറച്ചും കൂടെ സെലക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട് കാണുന്നവർ. അത് ഞാൻ അങ്ങനെ തോന്നുന്ന ഒരാളെ പറ. എനിക്ക് തോന്നുന്നുണ്ട് രമ്യക്ക് എന്തോ പ്രശ്നമുണ്ട്. സമാധാനമാണ്. ചേട്ടനും അങ്ങനെയല്ലേ? സമാധാനം കാക്ഷിക്കുന്ന ഒരാളല്ലേ? സമാധാനം താമസിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ സമാധാനം കിട്ടണമെങ്കിൽ ഒരാളെ അടിക്കണമെങ്കിൽ അടിക്കാം. അത് അങ്ങനെ സമാധാനം കിട്ടാറുണ്ടോ? അങ്ങനെയാണല്ലോ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു രാജ്യത്തിനും പട്ടാളക്കാര്. അടി മൂവി ലൊക്കേഷനിൽ ഒരാൾക്കിട്ട് നല്ല അടി കൊടുത്താലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എന്നാ ഭാഗത്ത് കണ്ടില്ലല്ലോ. 5 മണിക്ക് ഷോട്ട് എടുക്കണമെങ്കിൽ 4:15 വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ? അപ്പം പോലീസ് എന്തെങ്കിലും പിടിച്ച ഒരു കഥയുണ്ടായിരുന്നു. ഈ വക വണ്ടി പോലീസ് പിടിക്കാൻ നമ്മൾ നിർത്തണമല്ലോ. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ മലയാള സിനിമ അതുപോലെ തമിഴിലേക്ക് പോകുന്നില്ല. അതാണ് എൻ്റെ ആംഗിൾ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? തമിഴ് സിനിമകൾ ഇവിടെ വരുന്നു, റിലീസ് ചെയ്യുന്നു, പ്രേക്ഷകർ ശരിക്കും സ്വീകരിക്കുന്നുണ്ട്. വിക്രം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ. ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടത് ചെന്നൈയിൽ 3 പ്രാവശ്യം, ഹൈദരാബാദിൽ 4 പ്രാവശ്യം. എന്റെ നാടാണ് എല്ലാ അർത്ഥത്തിലും. കുറച്ചുകൂടെ കൊട്ടാരക്കരയൊക്കെയാണ്. ലക്ഷ്മി ചേച്ചി എന്തൊന്നും മിണ്ടാത്ത? അവള് പേടിച്ചിരിക്കുക. അങ്ങോട്ട് കുണുങ്ങണാന്ന് പറയടി. അങ്ങോട്ട് ഇതൊന്നും അല്ലായിരുന്നല്ലോ നിന്റെ ബേളൊക്കെ ഇന്നലെ പാരാത്രിക്കൊന്നും. അതല്ല സംസാരിച്ച അത് ഡാഡിയും ഉവൈസും കൂടിയിട്ടാണ് പടക്കം ഇല്ലാതെയാക്കണം. ഉവൈസിനും മനസ്സിലാവില്ല, ഡാഡിക്കും മനസ്സിലാവില്ല. ഈ ബാലയ്യനായിട്ട് ഡാഡി തെലുങ്ക് അറിയാത്ത ഡാഡി, മലയാളം അറിയാത്ത ബാലയ്യൻ. ഞാൻ നോക്കുമ്പോ 1 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുക.